മോണ്ടളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പള്ളിക്ക് പുറത്തുള്ള സ്ഥലമാണ് എന്നുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് പള്ളിയുടെ പുറത്തുള്ള സ്ഥലമല്ല. പരിശുദ്ധ കുർബാനയിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവർ നിൽക്കുന്ന സ്ഥലം. 3 കൂട്ടരാണ് അയോഗ്യരെന്നാണ് ശുശ്രൂഷി പറയുന്നത്. കുമ്പസാരത്തെക്കുറിച്ചാണ് ഈ സൂചന. ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പള്ളി നമ്മൾ പണിയുമ്പോൾ ആ പള്ളിയുടെ അൾത്താര വരുന്നത് കിഴക്ക് വശത്തായിട്ടാണ്. പള്ളിയുടെ പടിഞ്ഞാറേ അറ്റത്ത് ഉള്ള സ്ഥലത്തിൻ്റെ പേരാണ് മോണ്ടളം. മോണ്ടളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ പലരും ചിന്തിക്കാൻ സാധ്യതയുണ്ട് ഇത് പള്ളിക്ക് പുറത്തുള്ള സ്ഥലമാണ് എന്നുള്ളത്. കാരണം പള്ളിയുടെ ഭിത്തിയുടെ പുറത്താണല്ലോ ഇത് വരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് പള്ളിയുടെ പുറത്തുള്ള സ്ഥലമല്ല, പള്ളിയുടെ ഭാഗം തന്നെയാണ്. എന്നാൽ ഭിത്തി കെട്ടി അത് അടയ്ക്കുന്നില്ല എന്നത് മാത്രമാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ സ്ഥലത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് അയോഗ്യർ നിൽക്കുന്ന സ്ഥലമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവർ നിൽക്കുന്ന സ്ഥലം എന്ന ഒരർത്ഥം ഇതിനുണ്ട്. നമ്മൾ പരിശുദ്ധ കുർബാനയിൽ മാമോദീസ സ്വീകരിക്കുകയും എന്ന് തുടങ്ങുന്ന ശുശ്രൂഷയുടെ ഒരാഹ്വാനമുണ്ട്. 3 കൂട്ടരാണ് അയോഗ്യരെന്നാണ് ശുശ്രൂഷി പറയുന്നത്. 1, മാമോദീസ സ്വീകരിക്കാത്തവർ, അത് വളരെ വ്യക്തമാണ്. 2, ജീവൻ്റെ അടയാളം സ്വീകരിക്കാത്തവർ. എന്താണ് ഈ ജീവൻ്റെ അടയാളം എന്ന് പറയുന്നത്? ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാം ഇത് തൈലാഭിഷേകത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന്. എന്നാൽ യഥാർത്ഥത്തിലല്ല. അനുരഞ്ജന കൂദാശ, കുമ്പസാരത്തെക്കുറിച്ചാണ് ഈ സൂചന. പഴയ കാലത്ത് പാപം ചെയ്തു കഴിയുമ്പോൾ അത് പരസ്യ അനുതാപവും പരസ്യ പ്രായശ്ചിത്തവും ഒക്കെ ആവശ്യമായിരുന്നു. ഈ പരസ്യ പ്രായശ്ചിത്തത്തിന് ശേഷം അനുതാപിയുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ചിരുന്നു. അതിനാണ് ജീവൻ്റെ അടയാളം എന്ന് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ മാരക പാപം ചെയ്തിട്ട് കുമ്പസാരിക്കാത്തവർ എന്നാണ് അർത്ഥം. 3-ാമത്തെ കൂട്ടരെന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു എന്നാൽ കുർബാന സ്വീകരിക്കാത്തവർ, അവരെയാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവർ എന്നുദ്ദേശിക്കുന്നത്. ഈ 3 കൂട്ടരെയും അയോഗ്യർ എന്നാണ് സഭ പരിഗണിക്കുന്നത്. അയോഗ്യരെന്ന് പറയുന്നത് ഒരു ശിക്ഷയല്ല, മറിച്ച് യോഗ്യതയില്ലാതെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ അത് ശിക്ഷാവിധിക്ക് കാരണമാകുന്നതിനാൽ അവർ യോഗ്യത പ്രാപിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്ന അർത്ഥമാണ് ഈ അയോഗ്യർ എന്ന് വിളിക്കുന്നത് വഴി അർത്ഥമാക്കുന്നത്. ഈ അയോഗ്യർ നിൽക്കുന്ന സ്ഥലമാണ് മോണ്ടളം. അവിടെ അവരെന്താണ് ചെയ്യുന്നത്? അവർ അടുത്ത പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ യോഗ്യതയോടെ പങ്കുകൊള്ളാനുള്ള കൃപ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ദേവാലയത്തിൽ അകത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി, പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ സ്ഥലത്തിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. ബഥാനിയ, ബേസനിയ എന്ന് പറയും സുറിയാനിയിൽ. ബഥാനിയായുടെ പ്രതീകം കൂടിയാണ് ഈ മോണ്ടളം എന്ന് പറയുന്നത്. നല്ലൊരു ഉദാഹരണമുണ്ട്. ഓശാന ഞായറാഴ്ച പ്രദക്ഷിണം, നമ്മൾ പള്ളിക്ക് പുറത്താണല്ലോ നമ്മൾ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ഈ മോണ്ടളത്തിലൂടെയാണല്ലോ കാർമികൻ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കാർമികൻ ചെന്ന് നിൽക്കുന്നത് ബേമയിലാണ്. ബേമ എന്ന് പറയുന്നത് ജെറുസലേമാണ്. ഈശോയുടെ രാജകീയ പ്രവേശനം, അതായത് ഓശാനയുടെ അന്ന് സംഭവിച്ച കാര്യങ്ങൾ, അതെവിടെ നിന്ന് എവിടേക്കാണ് ഈശോ പോയത്? ബഥാനിയയിൽ നിന്ന് ജെറുസലേമിലേക്കാണ് പോയത്. അതുകൊണ്ടാണ് ആ പ്രദക്ഷിണം മോണ്ടളത്തിലൂടെ, അതായത് ബഥാനിയയിലൂടെ ജെറുസലേമിലേക്ക് പോകുന്നു എന്നർത്ഥമാണ് ഈ ഓശാന ഞായറാഴ്ചയുള്ള പ്രദക്ഷിണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കുർബാനക്രമത്തിൽ ഇല്ലാത്തതും എന്ന് പണ്ടുണ്ടായിരുന്നതുമായിട്ടുള്ള ഒരു കർമ്മമുണ്ട്. സുവിശേഷ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് കാർമികൻ സുവിശേഷം എടുത്തുകൊണ്ട് ദേവാലയത്തിൻ്റെ പുറത്തേക്ക് പ്രദക്ഷിണമായിട്ട് പോവുകയും അവിടെ നിന്ന് ഈ മോണ്ടളത്തിലൂടെ അകത്ത് പ്രവേശിച്ച് ബേമയിൽ കയറി സുവിശേഷം വായിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രദക്ഷിണത്തിന് ഒരർത്ഥമുണ്ട്. ഈശോയുടെ രാജകീയ പ്രവേശനം എന്ന അർത്ഥം കൂടെ ഈ സുവിശേഷ പ്രദക്ഷിണത്തിനുണ്ട്. അപ്പോഴും നോക്കിക്കേ, ബഥാനിയയിൽ നിന്ന്, മോണ്ടളത്തിൽ നിന്ന് ബേമയിലേക്ക് പോയി സുവിശേഷം വായിക്കുന്നു.
ബഥാനിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് പോയി ഈശോ സുവിശേഷം പ്രഘോഷിക്കുന്നു എന്ന അർത്ഥം കൂടെ നമുക്ക് സുവിശേഷ പ്രദക്ഷിണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മോണ്ടളത്തിന് 2 പ്രതീകാത്മകമായിട്ടുള്ള അർത്ഥമാണ്. ഒന്ന് ബഥാനിയ എന്ന അർത്ഥവും, 2 പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ യോഗ്യതയില്ലാത്തവർ നിൽക്കുന്ന സ്ഥലം എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മാമോദീസ കർമ്മത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, മാമോദീസയുടെ ആദ്യത്തെ അഭിഷേകം റൂഷ്മ നടക്കുന്നത് ഈ മോണ്ടളത്തിൽ വെച്ചാണ്. ആ റൂഷ്മയ്ക്ക് ശേഷമാണ് ഈ കുട്ടിയെ ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്.